ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഏട്ടനൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിത് ഈവനിങ് ഏട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്തായിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. കാരണം രാവിലെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. കാരണം ഏട്ടന് പോകേണ്ട തിരക്കും ജോലിക്ക് പോകേണ്ട തിരക്കും പിന്നെ ഉണ്ണിയുടെ വാശിയും എല്ലാം കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വായോ, ഞാനൊരു സർപ്രൈസ് തരാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അതേപോലെ ശരി എന്നൊക്കെ പറഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ കൊടുത്തു. ആൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഇത്ര ഗിഫ്റ്റ് കൊടുക്കുന്നത്. കാരണം സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല, കാശൊക്കെ ഞാൻ ആളുടെ തന്നെയാണ് മേടിച്ചത് കേട്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ എടുത്തു വെച്ച ആളുടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ടൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു ചെറിയൊരു സമ്മാനം ഞാൻ കൊടുക്കുന്നു. കാരണം ഏട്ടൻ കുറേ നാളെ ആഗ്രഹിക്കണു ഞങ്ങളുടെ 3 പേരുടെ ഒരു ഫോട്ടോ ഫ്രെയിം. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണ ഫോട്ടോ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഉണ്ണിയുടെ 90 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 3 പേര് കൂടിയിട്ടൊരു ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത് ഫോട്ടോ ഫ്രെയിമല്ല ഞാൻ കൊടുത്തത്, ഞാൻ ഫോട്ടോ വരച്ചിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര നല്ല പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നല്ല സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഡാമേജും പറ്റാത്ത രീതിയിലാണ് കേട്ടോ പാക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഫ്രെയിം ഇതാ പുറത്തേക്ക് എടുത്തു കേട്ടോ. അത് ഫ്രെയിം വരച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ഇത് ഞങ്ങളുടെ മോൻ്റെ 90-ന് എടുത്തൊരു ഫോട്ടോ കേട്ടോ. അത് ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയ കാരണം തൊപ്പിയൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫോട്ടോ വരയ്ക്കണവർക്ക് ഞാൻ കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്താണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല, നല്ല വർക്കായിരുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടമായി, ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഫോട്ടോ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ണിയുടെ ഒരു ഫോട്ടോയും കൂടി വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് വിഷുവിനെടുത്ത ഒരു കൃഷ്ണൻ്റെ ഒരു രീതിക്കുള്ള ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ അവർ ആ ഫോട്ടോനെ ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് അവനൊരു കൃഷ്ണനെ പോലെ ആക്കി ഓടക്കുഴലൊക്കെ പിടിച്ചിരിക്കണ ഒരു ചെറിയൊരു കുഞ്ഞി കൃഷ്ണനാക്കി മാറ്റിയിട്ടായിരുന്നു വരച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫോട്ടോ. ഇത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ലിയറിലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യാൻ കൊടുത്തത് ആർട്ട് ഓഫ് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിനായിരുന്നു. അവർ നല്ല നമുക്ക് റീസണബിളായി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസിലൊക്കെയാണ് നമുക്ക് വർക്ക് ചെയ്തു തരിക. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലുള്ള ഫോട്ടോസൊക്കെ വരയ്ക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഇൻസ്റ്റ ID ഫേസ്ബുക്ക് ID ഒക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വരയ്ക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അവർ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആനിവേഴ്സറി വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു ഫോട്ടോയുടെ കുറിച്ചായിരുന്നു, പക്ഷേ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.